ആദ്യം വന്നിട്ട് എന്താ ചെയ്തത്? ഞാൻ ആദ്യം സ്റ്റേജിലിട്ട് അന്ന് തല നിറച്ച് മുടിയാണ്. ഇപ്പം ഞാൻ മുടി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തൊപ്പി വെച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് തല അനക്കാൻ പറ്റുമായിരുന്നു അന്ന്. അന്നത്തെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ അത് വളരെ അപൂർവമായിട്ട് ഇപ്പോൾ എല്ലാം ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നിന്നിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ വല്ല അന്ന് കോളേജിൽ വെച്ചിട്ട് ഞാൻ തൊപ്പി വെച്ചിട്ട് നിൽക്കും ചിലപ്പോൾ, മുടി ഉണ്ടായിരുന്നപ്പോഴും. അപ്പോൾ വല്ല പെമ്പിള്ളേരൊക്കെ ഇടയ്ക്കിരിക്കുകയാണെങ്കിൽ അവരൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ അവർ മാത്രമേ അറിയത്തുള്ളൂ. പിന്നീട് അന്നത്തെ കാലത്ത് ഈ കണ്ണ് കിറുക്കൽ ഇങ്ങനെയൊക്കെ പിന്നീട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കി അന്നുണ്ട് അപ്പുറം ഇപ്പുറം അതേ ഉള്ളു. അന്ന് കണ്ണുറുക്കൽ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ണുറുക്കലുണ്ട്. ഇന്ന് കണ്ണുറുക്കലൊക്കെ ഔട്ട് ഓഫ് ഇപ്പൊ മൊബൈൽ എല്ലാം മറ്റേ വാട്സപ്പ് മിസ്യൂടാ. അഷ്റഫ് ഒരുപാട് സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നത് ജയൻ വളരെ അവിചാരിതമായിട്ട് മരിക്കുമ്പോൾ ഒരുപാട് പടങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മിമിക്രിക്കാർ മിക്കവാറും അനുകരിക്കുന്നത് അഷ്റഫിന്റെ ശബ്ദമാണ്. ജയൻ ഇത്ര നീട്ടില്ല. അത് ശരിക്കും ഞാനൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ഈ ചില സ്പെഷ്യൽ കേസുകൾ മിക്കവാറും എന്നെ വെച്ചാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്തത് PJ ആന്റണിയുടെ ശബ്ദമാണ്. PJ ആന്റണി അന്ന് ചൂള എന്നൊരു പടത്തിൽ അഭിനയിച്ചിട്ട് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ഭരത് അവാർഡ് മേടിച്ച ആദ്യത്തെ ഭരത് അവാർഡ് മേടിച്ച നടനാണ് കേരളത്തിൽ. അപ്പം അതും കൊച്ചിക്കാരനാണ്. കൊച്ചിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് രവീന്ദ്രൻ മാസ്റ്ററുടെ ആദ്യത്തെ മ്യൂസിക് പടമാണ് ചൂള. അപ്പോൾ ആ പടത്തിൽ അദ്ദേഹം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ കിടന്ന് ഓടി ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹം മരിച്ചു പ്രത്യേക ശബ്ദമാണ്. ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിങ്ങൾക്ക് വിളിക്കുന്ന ഒരു വല്ലാത്തൊരു ശബ്ദത്തിലാണ് ആ പടത്തിൽ മൊത്തം ചെയ്യും. ചുമയും ഉണ്ട് ഇടയ്ക്ക്. അപ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പോലെ ഒരു ഒരുത്തരുണ്ട്, അവരിങ്ങനെ മിമിക്രിയൊക്കെ ചെയ്യുന്ന എല്ലാവരുടെയും ശബ്ദങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയാണ് എന്നെ മദ്രാസിൽ വരുത്തി ഒരുപാട് പേരെ ശ്രമിച്ച കൂട്ടത്തിൽ എന്നെ തിരുത്തി അത് ഓക്കെ ചെയ്ത് ഞാൻ ചെയ്യായിരുന്നു. ഇതറിഞ്ഞിട്ടാണ് ജയൻ മരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനൊരു സാധനം ചെയ്തിട്ട് പോയിട്ടുണ്ടെന്ന് ഒരു അറിവ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ജയൻ്റെ കോളിളക്കം, ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യങ്ങൾ, മനുഷ്യമൃഗം, ഇതെല്ലാം എൻ്റെ ശബ്ദത്തിലൂടെ വന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒരു കണ്ടീഷൻ അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇത് വെളിയും മിണ്ടാൻ പാടില്ലെന്ന്. അവരുടെ കളക്ഷനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് ആളുകൾ ഒരു മുൻവിധിയോടെ കാണും. അത് കുറ്റം പറയാൻ പാടില്ല. ഞാനത് സൂക്ഷിച്ചു. പക്ഷേ ജയൻ മരിച്ചു ഒരു 10-20-30 വർഷങ്ങൾക്ക് ശേഷം ഈ ശബ്ദം ഉയർത്തെഴുന്നേക്കാണ് വീണ്ടും. അത് പലതും ഞാൻ ആലോചിക്കുന്നത് ഇതെല്ലാം എൻ്റെ ശബ്ദമാണ്. ജയൻ്റെ കുറച്ചുകൂടെ സോഫ്റ്റാണ്, ഞാൻ കുറച്ചുകൂടെ കട്ടിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതങ്ങോട്ട് കയറി. അത് ഈ മിമിക്രിക്കാരാണ് ജയന് ഒരു രണ്ടാം ജന്മം ഉണ്ടാക്കി. അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു നടൻ മരിച്ചതിന് ശേഷം നൂറ്റാണ്ടുകൾക്കപ്പുറം ശബ്ദം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഇങ്ങനെ ലോക ചരിത്രത്തിൽ ഒറ്റ നടനേ ഉള്ളൂ, ജയന്റെ മാത്രമേ ഉള്ളൂ. ജയന്റെ ശബ്ദം അഷ്റഫ് എടുത്ത എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് അത്ര ഇത് മനുഷ്യമൃഗത്തിലൊക്കെ എന്തോ ഡയലോഗ് ഉണ്ട്, കുതിരയ്ക്ക് റംപെടുക്കുന്നത് കുതിച്ചു പായാനാണ്.